നമ്മൾ ഇന്ന് എത്തിയിരിക്കണേ കെൻഡിലാണ്. നമ്മുടെ എല്ലാ പടകളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കണേ. അവരുടെ വീട് കെൻഡിലാണ്, ലണ്ടൻ്റെ ഔട്ടറാണ് ആ ഒരു സ്ഥലം വരണേ. ഞങ്ങൾ ഇത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഒരുത്തം പിന്നെ അവിടെ കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വീട്ടിലുള്ളവരൊക്കെ പിന്നെ പുറത്ത് പോയിട്ടും വർക്കിന് പോയിട്ടൊന്നും തിരിച്ച് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ചെന്നൊന്നിങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു ഫസ്റ്റ്. അപ്പോഴേക്കും പിന്നെ അവിടെ അമലും ആതിരും ഒക്കെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ പിടിച്ച് നിൽക്കണ കണ്ടപ്പോൾ അവർ ഒന്ന് പതുങ്ങി. പിന്നെ വന്ന് നമ്മളോടൊക്കെ മിണ്ടി. വന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കിന് പകരം കിട്ടിയത് നമ്മുടെ ട്രഡീഷണൽ ഡിഷായ പഴങ്കഞ്ഞിയായിരുന്നു. പക്ഷെ ഞാനത് അമലിനോട് ചോദിച്ച് മേടിച്ചുണ്ടാക്കിയതാണ്. അവൻ ഓൾറെഡി കഞ്ഞിയും ചെറുപയറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് കറിയും പിന്നെ അച്ചാറും മോരും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു അസല് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പറയുമ്പോൾ ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു. അന്നത്തെ ഓർമ്മ വരുന്നു. കാരണം ഞങ്ങളത് അത്രയും എൻജോയ് ചെയ്ത് കഴിച്ചു. സംഭവം അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞങ്ങളത് ഒറ്റയടിക്ക് തീർത്തു. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു പരിപ്പ് കറിയും മോരുകറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഞ്ഞിയിൽ കൂടെ കഴിക്കണേ. പക്ഷെ എല്ലാം കൂടി കൂട്ടിയപ്പോൾ സംഭവം ഉഷാറായി എന്തായാലും. ഇക്കാക പിന്നെ വന്നപ്പോൾ തന്നെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് നേരെ അടുക്കളയിൽ കയറി കാര്യസ്ഥനാവുന്നുണ്ടായിരുന്നു. അവിടെ ചിക്കനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആള്. പിന്നെ ഡിന്നറിന്റെ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി ഓരോരുത്തരായിട്ട് അടുക്കളയിലേക്ക് കയറി തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് വൈബ് അടിച്ച് നമ്മൾ പിന്നെ യൂനോ ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങി. ഒരു ടീം അവിടെ പാചകത്തിൻ്റെ പണിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഗസ്റ്റുകളായ കാരണം നമുക്ക് കുറച്ച് റെസ്റ്റിംഗ് ടൈം ഇവിടെ കൂടുതലാണല്ലോ, കുറച്ച് കൺസെഷനൊക്കെ കൂടുതലാണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ചൊറിയാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാൻ പോണത് പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു നമ്മുടെ നൈറ്റിലത്തെ ഡിഷ് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു, അത് ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു ഇവരെല്ലാവരും. ഞാനിതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണും പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാനായിട്ട് വന്ന് ഇവരുടെ കുക്കിങ്ങിലൊക്കെ ആകെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുമല്ല, വീഡിയോ എടുക്കണതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് അടുക്കളയിൽ കയറിയിട്ട് അവർ ചുട്ട് വെച്ച പത്തിരിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി നല്ല വിശപ്പ് വന്നു തുടങ്ങി. അപ്പം ഞാൻ ഇടയ്ക്ക് അതൊക്കെ പോയി കഴിച്ചിരുന്നു. എൻ്റെ കൂടെ ഒരു കൂട്ടുപ്രതി കൂടി ഉണ്ടായി. പിന്നെ ആ ചുടണവരും ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് ഒരെണ്ണം ചൂണ്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വിഷയമല്ല. രോഗിയെ കാണാൻ നാളെ ഓണായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കണ ആൾ തന്നെ ഇന്ന് പനിച്ചു വരച്ച് ബെഡിൽ കിടക്കായിരുന്നു. അവൻ്റെ അടുത്ത് നിന്ന് ആവശ്യത്തിലേറെ റെസ്റ്റ് എടുത്തിട്ട് നാളത്തെ പരിപാടിയൊക്കെ എന്തായാലും കളറാക്കണം എന്ന് നമ്മൾ എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കായിരുന്നു അവന്. ഫൈനലി നമ്മുടെ പത്തിരിയും ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ 2 പാത്രത്തിലൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് എല്ലാവർക്കും ആൽഫി വാരി കൊടുക്കുക. പിന്നെ ഇക്കാക്കൊക്കെ വാരി തരുമായിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാനൊരു പ്രത്യേക സുഖം. നമുക്ക് ആരെങ്കിലും ഇങ്ങനെ വാരി തരുമ്പോൾ നമ്മൾ എത്ര വേണേലും കഴിക്കും. പിന്നെ വിശപ്പും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ. ഞാൻ എന്തായാലും ഈ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യത്തിലേറെ എൻജോയ് ചെയ്ത് വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അതിൻ്റെ ശേഷം പിന്നെ ഞാനിവിടെ മെയിലാഞ്ചി ഇടൽ പരിപാടിയൊക്കെ തുടങ്ങി. ഇവിടെ ഞാൻ ഓൾറെഡി കയ്യിലിട്ട് വന്ന ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവരൊക്കെ അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഓരോരുത്തർക്കായിട്ട് വരച്ചു കൊടുക്കുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു, അടുത്തത് എന്ന് പറഞ്ഞിട്ട്. സമയം ഇവിടെ 1:30 ആയിട്ടും ആരും ഇവിടെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല വൈബിൽ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ പണികളും പിന്നെ മെയിലാഞ്ചിടലും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോഴേക്കും ഒരു 3:30 ഒക്കെ ആയി കാണും. മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് ഓണായിട്ട് നമ്മൾ എണീറ്റുണ്ട്. അവിടെ ഓൾറെഡി പാട്ടും കൂത്തൊക്കെ കേൾക്കാണ്ട് ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എണീറ്റിട്ട് നമ്മുടെ ഓണപ്പരിപാടികളൊക്കെ തുടങ്ങാം.
ഞാനങ്ങനെ ദേ എണീറ്റ് ഫ്രഷായി വന്നപ്പോൾ ഇവിടെ എല്ലാവരും എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ. ചിലർ മാത്രം ഇപ്പോഴും ബെഡിൽ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ടായി. അത് മാത്രമല്ല നമ്മുടെ ഹഫീസിന്റെ പനിയൊക്കെ മാറി. രാവിലെ വെച്ചപ്പോൾ അവന് പനിയൊന്നുമില്ല, ആള് നല്ല ഉഷാറായിട്ടാണ് ഇരിക്കണേ. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയായി. ഇനിയിപ്പോൾ ദേ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ചുമ്മാ കളിക്കാനുള്ള ഡാൻസിന്റെ ഒക്കെ ഒരു പ്രാക്ടീസിലായിരുന്നു എല്ലാവരും. ഇവിടെ റെസ്റ്റിംഗ് ടൈമായി, ടീ ടൈമായി. കുറച്ച് പേര് വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാത്ത ഞാൻ വരെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ചിരുന്നു. ചായ കൂടി കഴിഞ്ഞ് 2 ചാട്ടം കൂടി ചാടി കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല റാഗിപ്പുട്ടും പിന്നെ കടലക്കറി ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് മേഹയുടെ അടുത്തേക്ക് സാരി എടുക്കാൻ ചെന്നു. കാരണം മേഹയ്ക്ക് മാത്രം ഇവിടെ സാരി എടുക്കാൻ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരുങ്ങി നിന്നാൽ പിന്നെ എല്ലാതും എൻ്റേതായിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം ഓടിപ്പോയി സാരി എടുത്തു. ബാക്കി എല്ലാവരും 2-3 നമ്പറുകളൊക്കെ ആയിട്ട് ഓർഡർ അനുസരിച്ച് ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സാരി എടുക്കലൊക്കെ മൊത്തം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നൈസായിട്ട്. പിന്നെ ഞാൻ ഒരുങ്ങി തീരുന്ന സമയം കൊണ്ട് തന്നെ മേഹ ബാക്കി 5 സാരിയൊക്കെ എടുത്ത് അവളും സാരിയൊക്കെ എടുത്ത് സെറ്റായി നിന്നിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരും മേക്കപ്പ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എനിക്കുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാവിധ കലാവിരുദ്ധം ഇവരുടെ മുഖത്തൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സെറ്റാണ്. നമ്മുടെ ഗേൾസ് പടയുടെ ഒരുക്കൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് ബോയ്സ് എല്ലാവരും 1.5 മണിക്കൂർ മുന്നേ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സദ്യ കഴിക്കാൻ പോവുക. അതിൻ്റെ മുൻപായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടീസ്.
സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു വയറൊക്കെ നിറഞ്ഞു പായസമെല്ലാം കുടിച്ച് അടിപൊളിയായി നമ്മളിത് അടിയിലേക്ക് ഇറങ്ങി വന്നേക്കാണ് ഫോട്ടോസും വീഡിയോസും എല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നല്ല കാറ്റുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ സാരി ഒതുങ്ങിയിട്ട് മുടിയൊന്നും ഒതുങ്ങിയിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ കുറേ പാടുപെട്ടു. എന്തായാലും എന്നെ പറ്റിയ സമയത്തൊക്കെ നമ്മൾ എന്തായാലും നോക്കി നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ മാക്സിമം എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ ചെറിയൊരു മഴച്ചാറ്റലൊക്കെ കിട്ടി. പിന്നെ സമയവും നല്ല വൈകിയിട്ടുണ്ടായിരുന്നു. 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ള സൺലൈറ്റ് വെച്ചിട്ട് മാക്സിമം ഫോട്ടോസൊക്കെ കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായി. അങ്ങനെ ഈ ഒരു ഫോട്ടോഷൂട്ടോട് കൂടി നമ്മുടെ ഔട്ട്ഡോർ പരിപാടീസൊക്കെ തീർന്നു. നമ്മളിനി അകത്തേക്ക് കയറി കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ കുറേ സമയത്തെ തന്ത്രപ്പാടിനൊടുവിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഡാൻസൊക്കെ ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഓണവിശേഷങ്ങൾ. നമ്മളപ്പോൾ തിരുവോണം പോലെ ഇന്നാണ് ആഘോഷിച്ചത്. ഇനിയും നമുക്ക് ഓണത്തിൻ്റെ പരിപാടീസ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വ്ളോഗായിട്ട് എന്തായാലും ഇടാം. പിന്നെ ഇവിടുന്ന് ഇപ്പം നമ്മൾ എന്തായാലും പിറ്റേ ദിവസം വീണ്ടും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പൊ എന്തായാലും ഓണപരിപാടികളുടെ അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.